ഹലോ ഫ്രണ്ട്സ്, സ്നേഹപൂർവ്വം ഷാമയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യമേ കാണിക്കുന്നത് വരുൺ ഇങ്ങനെ പ്രിയങ്കയെ കണ്ട് പ്രിയങ്കയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. പ്രിയങ്കയും പേടിക്കുന്നുണ്ട് ഇപ്പോൾ വരുൺ കണ്ടുപിടിക്കുമെന്നുള്ളത്. അങ്ങനെ കുറച്ച് നേരം അങ്ങനെ നോക്കി നിന്നിട്ട് പ്രിയങ്ക ശരത്തിൻ്റെ കൂടെ പോകുന്നുണ്ട്. അങ്ങനെ വരുൺ കുറച്ച് നേരം ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട്, ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, പ്രിയങ്കയുടെ വീട്ടിലെ വേലക്കാരിയല്ലേ എന്ന് പറഞ്ഞൊക്കെ കണ്ട പോലെ ഇങ്ങനെ ഓർമ്മ വരുന്നിട്ട് ഇങ്ങനെ മനസ്സിൽ ആലോചിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ശരത്തും പ്രിയങ്കയും കൂടിയിട്ട് മുഖം മറിച്ചിട്ട് മണ്ഡപത്തിൻ്റെ ബാക്കിൽ കൂടെ കാറിൽ വന്ന് കയറി പോകുന്നുണ്ട്. അങ്ങനെ ശരത്തിനോട് പ്രിയങ്ക ചോദിക്കുന്നത് ഈ വേഷത്തിലാണ് വരുന്നതെന്നൊക്കെ അതിനുള്ള ഐഡിയ ഒക്കെ ഉണ്ടെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് രാധികയെയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് വരുൺ പ്രിയങ്ക ഇരിക്കുന്ന റൂമിലേക്ക്, പ്രിയങ്ക ഒരുങ്ങി നിൽക്കുന്ന റൂമിലേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാധിക ഇങ്ങനെ കുഞ്ഞു നിൽക്കുന്നുണ്ട്. രാധിക വരുണയെ കണ്ടൊന്ന് ഞെട്ടുന്നുണ്ട്. അപ്പോൾ രാധികയുടെ കൂട്ടാർത്ഥികളും രണ്ടുപേരും വരുണയെ കണ്ടിട്ട് ആകെ ഒന്ന് സ്തംഭിച്ച് നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് പറയും, പേടിക്കേണ്ട, ഞാൻ ഫോട്ടോ എടുക്കാൻ വന്നത്, എനിക്ക് പ്രിയങ്ക ഒരുങ്ങി നിൽക്കുന്ന ഒരു ഫോട്ടോ എടുക്കണം എന്നിങ്ങനെ പറയുമ്പോൾ കൂട്ടുകാരത്തിലോ എത്തി പറയും, അതൊക്കെ ആചാരത്തിനെതിരാന്ന് ഇങ്ങനെ പറയുമ്പോൾ നിങ്ങളൊക്കെ കോളേജിൽ പഠിച്ചിട്ടുള്ളതല്ലേ, പിന്നെ എന്താ ആചാരത്തിനെതിരാന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ കുഞ്ഞു നിൽക്കുന്ന പ്രിയങ്ക നോക്കി വരും പറയുന്നുണ്ട്, ഞാൻ ഫോട്ടോ എടുക്കാൻ പറയുമ്പോൾ രാധിക പറയുന്നുണ്ട് പെട്ടില്ലാന്ന് ഇങ്ങനെ പറഞ്ഞു. അത് താനെങ്ങനെ പറഞ്ഞാൽ ശരിയാവും, ഞാൻ അല്ലെങ്കിൽ അച്ഛനും അമ്മയൊക്കെ എല്ലാവരും ഇങ്ങോട്ട് വിളിക്കുന്നു ഇങ്ങനെ പറഞ്ഞു. പ്രിയങ്ക രാധിക അയ്യോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വരുന്നു ഓപ്പോസിറ്റായിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ വരുന്നു രാധികയെ കണ്ട് ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. എന്ത് സുന്ദരിയായിട്ട് താൻ ഇതുപോലെ ഒരുങ്ങി നിൽക്കുന്നത് ഞാൻ ഒരുപാട് തവണ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ വരുന്നു പറയുമ്പോൾ കൂട്ടുകാരികൾക്ക് ഒന്നും മനസ്സിലാവാണ്ട് കൂട്ടുകാരികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വരുന്നു രാധികയുടെ കുറച്ച് ഫോട്ടോസ് എടുക്കുമ്പോൾ രാധിക മുഖം മറിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വീണ്ടും ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇതൊന്നും അറിയാണ്ട് വീണ്ടും കൂട്ടുകാരികൾ ഇങ്ങനെ സ്തംഭിച്ച് നിൽക്കുന്നത്, എന്താ ഇവിടെ നടക്കണതെന്ന് അവർക്കും മനസ്സിലാവുന്നില്ലല്ലോ. അങ്ങനെ രാധിക മനസ്സോടെ ഫോട്ടോ എടുക്കാൻ നിന്ന് കൊടുക്കുന്നുണ്ട്. വരുൺ പറയുന്നുണ്ട്, എനിക്ക് വേണ്ട ഫോട്ടോസൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കൂട്ടുകാരികൾ നോക്കിയിട്ട് പറയും, തൻ്റെ കൂട്ടുകാരികളല്ലേ എന്ന് പറയുമ്പം പ്രിയങ്കയുടെ ഫ്രണ്ട്സ് പറയാം അതേന്ന് ഇങ്ങനെ പറയുന്നിട്ട് വരുന്ന ഫോട്ടോ എടുത്തിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് വരുൺ വാതിക്കൽ ചെന്നിട്ട് ഒന്നും കൂടി തിരിഞ്ഞ് നോക്കുന്നുണ്ട്. രാധിക ഇതൊക്കെ കണ്ട് രാധിക വളരെ വിഷമത്തിൽ സങ്കടപ്പെടുന്നുണ്ട്. അപ്പോൾ കൂട്ടുകാരികൾ പറയുന്നുണ്ട്, ഇതെന്താ ഇത് വലിയ പ്രശ്നമാവുന്ന വിചാരിച്ച അയാൾക്ക് കണ്ടിഷ്ടപ്പെട്ട പെണ്ണിനെ മാറിപ്പോവുക, ഇതിലെന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് ഒരു ഫ്രണ്ട് പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് പ്രിയങ്ക ഇതുവരെ അയാൾ ചോദിച്ചു പോലും ഇല്ലല്ലോ എന്നിങ്ങനെ മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിലെന്താണ് കുഴപ്പമെന്നിങ്ങനെ രാധികയോട് ചോദിക്കുമ്പോൾ രാധിക പറയും, എനിക്കൊന്നും അറിയില്ല. എന്നിട്ട് രാധിക കരഞ്ഞിട്ട് പോയി കസേരയിലിരിക്കുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സിൽ ഒരാൾ പറയുന്നുണ്ട്, ഇതിലെന്തോ ഒരു കാര്യമുണ്ടല്ലാണ്ട് ഇങ്ങനെയൊന്നും സംഭവിക്കില്ല എന്നിങ്ങനെ പറയും. തൽക്കാലം ഇപ്പോൾ പ്രശ്നമില്ലാണ്ട് ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയെന്നിങ്ങനെ അവർ പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് ശരത്തിനെയും പ്രിയങ്കയുമാണ് കേട്ടോ. ശരത്ത് പ്രിയങ്കയും കൂട്ടിയിട്ട് ലൊക്കേഷൻ സെറ്റിലേക്ക് വരുന്നുണ്ട്. പ്രിയങ്ക ലൊക്കേഷൻ സെറ്റ് കാണുമ്പോഴും ആകെ ഇങ്ങനെ സന്തോഷമായിട്ട് വണ്ടടിച്ച പോലെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ പ്രൊഡ്യൂസറെ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ പ്രൊഡ്യൂസറുടെ അസിസ്റ്റൻറ്റ് വന്നിട്ട് പറയുന്നുണ്ട്, സാർ അവൻ ആളെ വിളിച്ച് വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ പ്രൊഡ്യൂസർ പറയേണ്ട പോലെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ വേഗം വിളിച്ച് വന്നേന്നിങ്ങനെ പറയും. അങ്ങനെ പ്രൊഡ്യൂസറെ കണ്ട് പ്രിയങ്ക പറയുന്നുണ്ട്, സാർ കുറച്ച് വൈകി സോറി എന്നിങ്ങനെ പറയും. അതിനെന്താ മോളെ, പൂജയുടെ ടൈം ആവുന്നല്ലേ ഉള്ളൂ, ഞങ്ങൾ ആണുങ്ങളെ പോലെ അല്ലല്ലോ നിങ്ങൾക്ക് ഒരുങ്ങാൻ കുറച്ച് ടൈമൊക്കെ വേണ്ടേന്ന് പ്രിയങ്കയായിട്ട് ഭയങ്കര സ്നേഹത്തോടുകൂടി സംസാരിക്കുന്ന പ്രൊഡ്യൂസറെ നോക്കിയിട്ടും ശരത്ത് ആകെ അന്താളിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. അതിന് പ്രൊഡ്യൂസർ വീണ്ടും പ്രിയങ്കയോട് പറയുന്നത്, നിങ്ങളെ സുന്ദരികളായി കാണാനല്ലേ ഞങ്ങളും പ്രേക്ഷകരും കാത്തിരിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ശരത്ത് ഇതൊക്കെ കേട്ടിട്ട് ഇയാൾക്ക് എന്താണെന്ന് ഇങ്ങനെ ചോദിച്ചിട്ട് കുറച്ച് നേരത്തെ കണ്ട ആളല്ലല്ലോ എന്നിങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ ഡയറക്ടർ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് പ്രിയങ്ക അവിടെ നിന്ന് പോരുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അവർ പോയി കഴിയുമ്പോൾ അസിസ്റ്റൻറ്റ് പ്രൊഡ്യൂസറോട് ചോദിക്കുന്നുണ്ട്, സാറ് ദേഷ്യപ്പെടുന്നതെന്ന് ഞാൻ കരുതിയെന്ന് ഇങ്ങനെ പറയുമ്പോൾ പ്രൊഡ്യൂസർ പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ സുന്ദരികളായ പെൺകുട്ടികളോട് നമ്മൾ ദേഷ്യപ്പെടാൻ പാടില്ലടോ എന്നിങ്ങനെ പറയുമ്പോൾ അസിസ്റ്റൻറ്റും പറയുന്നുണ്ട്, അതെ ശരിയാണ് സാർ, ഞാനും ആ പോളിസിയുള്ള ആളാണെന്നിങ്ങനെ പറഞ്ഞിട്ട് അയാളിങ്ങനെ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പ്രിയങ്ക ഡയറക്ടറെ കാണാൻ വരുമ്പോൾ ഡയറക്ടർ പറയുന്നു, താൻ ഞങ്ങളെ പേടിപ്പിച്ച് കളഞ്ഞല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ ശരത്ത് പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ സാർ കറക്റ്റ് ടൈമിൽ ഇങ്ങനെ വരുന്നു, ഇപ്പോൾ കണ്ടില്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട്. ശരത്ത് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും കൂടി എന്നിട്ട് എന്നെ ഓരോന്നും ചെയ്തില്ലേ എന്നൊക്കെ പറയുമ്പോൾ താനത് വിട്ടുകളാന്നിങ്ങനെ പറയുന്നുണ്ട്. പ്രിയങ്കോട് പറയുന്നുണ്ട്, ചാനലുകാരൊക്കെ വന്നിട്ടുണ്ട്, ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് മേക്കപ്പൊക്കെ ചെയ്ത് അവർക്കൊരു അവർക്കൊരു ഇൻ്റർവ്യൂ പോലെ കൊടുക്കാൻ പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് പിന്നെ ഷൂട്ടിംഗ് സ്ഥലത്ത് പൂജയാണ് കേട്ടോ. അങ്ങനെ ഡയറക്ടർ പറയുന്നുണ്ട്, തിരി കൊളുത്താൻ നമ്മുടെ പ്രൊഡ്യൂസർ തന്നെ തിരി കൊളുത്തട്ടെ എന്ന് പറഞ്ഞിട്ട് വിളക്ക് ഇങ്ങനെ പ്രൊഡ്യൂസറെ എത്തി കൊടുക്കുമ്പോൾ പ്രൊഡ്യൂസർ നേരെ പ്രിയങ്കയുടെ തോളിൽ കൂടെ കൈ വെച്ചിട്ട് പറയും, സ്ത്രീകൾക്കാണ് മുൻഗണന, നമ്മുടെ ഹീറോയിൻ തന്നെ തിരി കൊളുത്തട്ടെ എന്ന് പറയുമ്പോൾ പ്രിയങ്കക്ക് വല്ലാണ്ട് വണ്ടറടിക്കുന്നുണ്ട്. അങ്ങനെ പ്രിയങ്ക തിരി കൊളുത്തുന്നുണ്ട്, എല്ലാവരും കൈയടിച്ച് പാസ്സാക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഓരോരുത്തരായിട്ട് തിരി കൊളുത്തുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ക്യാമറ പൂജിക്കുന്നുണ്ട്. എല്ലാം കഴിഞ്ഞിട്ട് പ്രിയങ്ക ഇങ്ങനെ മനസ്സിലാലോചിക്കുന്നുണ്ട്,
സന്തോഷത്തിൽ. ഇതാണ് ഞാൻ സ്വപ്നം കണ്ട എൻ്റെ ലോകം, ഇതിൽ നിന്ന് ഞാൻ ഒരിക്കലും തിരിച്ചു പോകില്ല എന്ന് ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് കേട്ടോ പ്രിയങ്ക. അത് കഴിഞ്ഞിട്ട് പ്രിയങ്കയുടെ ഒരു സീന് ഫസ്റ്റ് തന്നെ എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് രാധികയും കൂട്ടുകാർത്തികളുമാണ്. രാധിക പറയുന്നുണ്ട്, കുറച്ച് നേരം കൂടിയും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സോന അച്ഛനും അമ്മയും ഇങ്ങോട്ട് വരും, എനിക്കിവിടെ നിൽക്കക്കളില്ല, വേഗം പ്രിയങ്കയോട് വിളിച്ച് വരാൻ പറയും, അവർ വന്ന് കണ്ട പ്രശ്നമാണെന്ന് ഇങ്ങനെ പറയുമ്പോൾ സോന പറയുന്നുണ്ട്, അത് വിഷമിക്കേണ്ട, ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞ് നിന്നുകൊണ്ട് എന്ന് പറയുമ്പോൾ രാധിക പറഞ്ഞു, നിങ്ങൾക്കൊക്കെ എങ്ങനെ ഇങ്ങനെ പറയാൻ തോന്നുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ രാധിക പറഞ്ഞു, ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിൽ സംഭവിക്കുകയെന്ന് വെച്ചാൽ നിങ്ങൾ ക്ഷമിക്കുമെന്ന് ഇങ്ങനെ പറയുമ്പോൾ കൂട്ടുകാർത്തികളിൽ ഒരാൾ പറയുന്നുണ്ട്, എന്തായാലും സംഭവിച്ചു പോയില്ലേ, ഇനിയിപ്പോൾ എന്തിനാ പറയണേ, പ്രിയങ്ക വേഗം ഇങ്ങോട്ട് വരുമെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ രാധികയോട്. അപ്പോഴേക്കും അവർ സംസാരിച്ചിരിക്കുന്നവർക്ക് നന്ദൂട്ടം വരുന്നുണ്ട്, രാധികനെ ചോദിച്ചിട്ട്. ഇങ്ങനെ രാധികയെ കുമ്പിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. കൂട്ടുകാർത്തികൾ ആകെ ഞെട്ടുന്നുണ്ട്. രാധിക എന്ത് ചെയ്യുന്നത്, അവിടെ എങ്ങാനും പോയി നോക്കും, ഇവിടെ ഇല്ലയെന്ന് പറഞ്ഞാൽ അവർ ചൂടാകുമ്പോൾ അവൻ ചോദിക്കും, നിങ്ങൾ എന്തിനാണ് ചൂടാകുന്നത്, ഞാൻ രാധിക ചേച്ചിനല്ലേ ചോദിച്ചതെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ പ്രിയങ്ക എന്ന് കരുതിയിട്ട് പ്രിയങ്ക രാധികയുടെ മേത്ത് ചൂണ്ടിട്ട് പ്രിയങ്ക ചേച്ചി രാധിക ചേച്ചി എന്തെന്ന് പറയുമ്പോൾ പെട്ടെന്ന് രാധിക തല പൊക്കുന്നുണ്ട്. അങ്ങനെ രാധികനെ കാണുമ്പോൾ നന്ദു വണ്ടടിക്കുന്ന ഒരു ചേച്ചി, ഈ രൂപത്തിൽ കാണാൻ ഞാൻ എന്തോരം ആഗ്രഹിച്ചെന്നറിയോ, ഒടുവിൽ ഭഗവാൻ അത് തന്നെ നടത്തി തന്നു എന്നിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ രാധിക പറയുന്നുണ്ട്, എന്നെ ഈ വേഷത്തിൽ കണ്ട കാര്യം വേറെ ആരോടും നീ പറയരുത് നന്ദൂട്ടാന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അതിനെന്താ പറഞ്ഞാലും പറയരുത്, വേറെ കാര്യമുണ്ടെന്നിട്ട് നന്ദൂട്ടനെ കയ്യിലടിച്ച് സത്യം ചെയ്യിപ്പിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നന്ദൂട്ടൻ കയ്യിലടിച്ച് സത്യം ഇട്ടിട്ട് പുറത്തേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, എനിക്ക് രാധിക ചേച്ചിയുടെ കല്യാണം കൂടാലോ എന്നിങ്ങനെ പറഞ്ഞിട്ട് പോകുമ്പോൾ കൂട്ടുകാരത്തിലും സോണൊക്കെ പറയുന്നുണ്ട്, ഈ ആ ചെക്കനെ വിശ്വസിക്കാമോ എന്ന് ഇങ്ങനെ രാധികയോട് ചോദിക്കുമ്പോൾ രാധിക പറഞ്ഞിട്ട് അവനെ വിശ്വസിക്കാം, അവൻ ആരോടും പറയില്ല. പക്ഷെ അവൻ പറഞ്ഞത് കേട്ടില്ലേ, മുഹൂർത്തത്തിന് ടൈമായി, വേഗം പ്രിയങ്കയെ വിളിക്കാൻ പറയുന്നുണ്ട് കേട്ടോ അവരോട്. അങ്ങനെ സോന പ്രിയങ്കയെ വിളിക്കുന്നുണ്ട്. പ്രിയങ്ക അപ്പോൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിരിക്കുന്ന സമയത്ത് കോൾ എടുക്കുന്നുണ്ട്. കോൾ എടുത്തിട്ട് പറയടി, ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടില്ല, എന്നെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾക്കാർ, എനിക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന പരിഗണന എന്താണെന്ന് അറിയാം, ഒരു സൂപ്പർ താരത്തെ കാണുന്ന പോലെയാണ് കാണുന്നതെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ പറയടി, മുഹൂർത്തം എടുക്കാൻ നീ ഇങ്ങോട്ട് പോരുന്നില്ലെന്ന് ചോദിക്കുമ്പോൾ എനിക്കിപ്പോൾ ഇവിടെ നിന്ന് വരാൻ പറ്റില്ല, നിങ്ങൾ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തേ പറ്റുമോ എന്നിങ്ങനെ സോനയോട് പറയുന്നുണ്ട് കേട്ടോ പ്രിയങ്ക. അങ്ങനെ രാധിക സോനയോട് ഇരിക്കുന്നത് എന്താ പറഞ്ഞതെന്ന് പറയുമ്പോൾ അവൾ അവിടെ നിന്ന് പുറപ്പെട്ടിട്ടില്ല എന്നിങ്ങനെ പറയുമ്പോൾ, ഈശ്വര ഭഗവാൻ, ഞാൻ എന്ത് ചെയ്യും, ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ എന്നിങ്ങനെ പറയുമ്പോൾ കൂട്ടുകാരികളിൽ ഒരാൾ സോനോട് പറഞ്ഞു, സോന ഇത് ക്രിട്ടിക്കലാണ്, അവരാൾക്കാർ വന്ന് പെട്ടിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യാമെന്ന് അറിയില്ല, മുഹൂർത്താവാനായി എന്നൊക്കെ ഇങ്ങനെ പരസ്പരം പറയുന്നുണ്ട്. രാധികയും പേടിച്ച് നിൽക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്ന മണ്ഡപത്തിൽ പൂജാരി പൂജകൾ ചെയ്യുന്നതാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് മണ്ഡപത്തിലെ ഒരുക്കങ്ങളൊക്കെ കുറച്ച് പൂജകളൊക്കെ കഴിഞ്ഞ് പൂജാരി വരുണിനെ വിളിക്കുന്നുണ്ട്. ചെക്കനൊക്കെ മണ്ഡപത്തിലേക്ക് വരാമെന്നാണ് വരുണിനെ അന്വേഷിച്ച് വരുണിൻ്റെ ഫാമിലിയും അച്ഛനും അമ്മയും ഏട്ടൻ്റെ ഭാര്യ എല്ലാവരും കൂടിയിട്ട് വരുണിനെ മണ്ഡപത്തിലേക്ക് കയറ്റി ഇരുത്തുന്നുണ്ട്. എന്നിട്ട് പിന്നെ ചെറിയ പൂജകൾ കഴിഞ്ഞിട്ട് നമ്പൂതിരിയോട് പറയുന്നുണ്ട്, മകളെ വിളിക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ നമ്പൂതിരിയും യശോദയും കൂടിയിട്ട് മകളെ വിളിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. പിന്നെ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന രാധികയെ കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് കഴിയുന്നത്.